ശ്രീ കെ ജെ മാക്സി. നിയമസഭക്കകത്തും പുറത്തും ഈ പ്രതിപക്ഷം നടത്തുന്ന സമരം ചീറ്റിപ്പോയതിൻ്റെ പ്രയാസമാണ് സാർ. ഈ ക്വസ്റ്റ്യൻ അവർ പോലും ഇത് കാണിച്ചു കൂട്ടുന്നത്. സാർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ച സർക്കാരാണ് ഈ സർക്കാർ എന്ന് സാർ നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ മേൽപ്പാല പദ്ധതിയായ വാത്തുരുത്തി മേൽപ്പാലം സാധ്യമാക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? സർ, ഈ സർക്കാരിന്റെ നയത്തിന്റെയും പ്രവർത്തനത്തിന്റെയും കാഴ്ചപ്പാടിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് സർ ഈ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി. സർ, കിഫ്ബിയിലൂടെ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ 1700-ലധികം കോടി രൂപ കിഫ്ബിയിലൂടെ ഇതിനു വേണ്ടിയിട്ട് ആർഒബികൾക്കായിട്ടും അടിപ്പാതകൾക്കായിട്ടും അനുവദിച്ചിട്ടുണ്ട്. അതിൽ 2118 കോടി രൂപ അതിന്റെ ഫിനാൻഷ്യൽ സാങ്ഷനും കിട്ടിയിട്ടുണ്ട്. സർ, ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടലാണ്. ഒരു സർക്കാർ കേരളത്തിൽ ആർഒബികൾക്ക്, റെയിൽവേ അടിപ്പാതകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും വലിയ തുകയും ഏറ്റവും വലിയ ഇടപെടലുമാണ് സർ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. സർ, LDF സർക്കാർ എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ, റെയിൽവേ മേൽപ്പാലം പദ്ധതികളിൽ ഒന്നാണ് വാത്തുരുത്തി റെയിൽവേ മേൽപ്പാലം. ഇതിനായി സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകുകയും RBDCKക്ക് നിർമ്മാണ ചുമതല നൽകുകയും ചെയ്തിരുന്നു. ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, ഇന്ത്യൻ റെയിൽവേ, നാഷണൽ ഹൈവേ എന്നിവരുടെ നിയന്ത്രണത്തിലാണ്. സർ, നേവൽ എയർപോർട്ടിന് സമീപത്തായതിനാൽ പദ്ധതിക്ക് NOC നൽകാൻ ഇന്ത്യൻ നേവി ഇതുവരെ സന്നദ്ധമായിട്ടില്ല. ബഹുമാന്യായ പ്രതിപക്ഷ നേതാവിന്റെ കൂടി ജില്ലയാണല്ലോ സർ എറണാകുളം ജില്ല. അപ്പോൾ അവിടെ നമുക്ക് ഈ ഭൂമി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പ്രവൃത്തിയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. വ്യത്യസ്ത അലൈൻമെന്റുകൾ തയ്യാറാക്കിയെങ്കിലും ചീഫ് സെക്രട്ടറി തലത്തിൽ ഉൾപ്പെടെ വിവിധ യോഗങ്ങൾ ചേർന്നിരുന്നുവെങ്കിലും ROBക്ക് NOC ലഭ്യമായിട്ടില്ല. പദ്ധതി പ്രദേശത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അണ്ടർപാസ് പ്രായോഗികമല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ ഇടപെടലുകൾ സാധ്യമായ നിലയിലെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട്. സർ, എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു യോഗം കൂടി വിളിച്ചു ചേർക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. വാത്തുരുത്തി ROB സാധ്യമാക്കാനുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടർന്നും അത് നടത്തും. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സംസ്ഥാനത്ത് ഈ മെയ് മാസത്തിനുള്ളിൽ എത്ര റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് സർ ഈ സർക്കാർ. സർ, ഈ റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളുമായി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് 10 എണ്ണമാണ്. 10 എണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടുകൂടി 5 മേൽപ്പാലങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ താനൂർ, തെയ്യാല, ചിറയിൻകീഴ്, ഇരവിപുരം, വാടാനംകുറിശി, അകത്തേത്തറ എന്നിവ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്.